JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. PSC തൊഴിൽ വാർത്തയിൽ കഴിഞ്ഞ ദിവസം വന്ന തൊഴിൽ വാർത്തയിൽ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി, അപേക്ഷകരുടെ എണ്ണം വളരെയധികം കുറവുണ്ട്. അതായത് LDCക്കും LGSനും 7 ലക്ഷത്തോളം അപേക്ഷകര് കുറഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് വളരെയധികം അപേക്ഷകർ ഉള്ള രണ്ട് തസ്തികകളാണ് LDC LGS എന്ന് പറയുന്നത്. അതില് അപേക്ഷകരുടെ എണ്ണം ഈ രണ്ട് തസ്തികകളിലും അപേക്ഷകരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അപേക്ഷകരുടെ എണ്ണം ധാരാളം കുറഞ്ഞു എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നതിനെ കുറിച്ച് കാരണം അറിയാതെ വിഷമിക്കുകയാണ് PSC എന്നാണ് തലക്കെട്ടോടുകൂടിയാണ് തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നമുക്ക് നിങ്ങളെല്ലാവരും കണ്ടു കാണും അല്ലെ. LD ക്ലർക്കിന് കുറഞ്ഞത് 4.62 ലക്ഷം അപേക്ഷകളാണ് കുറഞ്ഞത്. അതായത് കഴിഞ്ഞ തവണത്തെക്കാളും വളരെയധികം, അതായത് 4,62,000 പേരാണ് അപേക്ഷകരാണ് ഇത്തവണ കുറഞ്ഞത്. 2016 വിജ്ഞാപനത്തിന് 17.94 ലക്ഷമാണ് ഈ തസ്തികയിൽ ഉണ്ടായിരുന്നത്. അതായത് റെക്കോർഡ് അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2019 വന്ന വിജ്ഞാപനത്തിന് അപേക്ഷകര് 17.58 ലക്ഷമായി കുറഞ്ഞു. ഇത്തവണ അത് 13 ലക്ഷമായി വീണ്ടും കുറയുകയാണ് LDCക്ക് ഉണ്ടായത്. അതുപോലെ തന്നെ LGSന് കഴിഞ്ഞ തവണത്തേക്കാൾ പകുതി അപേക്ഷകരാണ് ഇപ്രാവശ്യം ഉള്ളൂ. കാരണം വെച്ചാല് 14 ജില്ലകളിലെ ആകെ 4.76 ലക്ഷം അപേക്ഷ കിട്ടി. കഴിഞ്ഞ വിജ്ഞാപനത്തെക്കാള് 2.21 ലക്ഷം അപേക്ഷകർ കുറഞ്ഞു. 2013 ബിരുദക്കാർക്ക് വിലക്കില്ലാതിരുന്നപ്പോൾ ലഭിച്ച 13.10 ലക്ഷമാണ് ഈ തസ്തികയ്ക്ക് ലഭിച്ച അപേക്ഷകള്. ബിരുദദാർക്ക്, അതായത് ബിരുദം ഉള്ള ആൾക്കാർക്ക്, അപേക്ഷകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ശേഷമുള്ള 2017 വിജ്ഞാപനത്തിന് 8.54 ലക്ഷം അപേക്ഷ ലഭിച്ചപ്പോൾ 2019 ഇത് 6.89 ലക്ഷമായി കുറഞ്ഞു. എന്നാല് ബിരുദക്കാർക്ക് അപേക്ഷിക്കാവുന്ന ലാസ്റ്റ് ഗ്രേഡ് തസ്തികയാണ് സെക്രട്ടേറിയറ്റ് PSC ഓഡിറ്റ് വകുപ്പ് ഓഫീസ് അറ്റൻഡന്റ്. ഈ തസ്തിക രൂപവൽക്കരിച്ച ശേഷമുള്ള രണ്ടാമത്തെ വിജ്ഞാപനമാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. 2019 ആദ്യ വിജ്ഞാപനത്തിന് 10.59 ലക്ഷം പേർ അപേക്ഷിച്ചപ്പോൾ ഇത്തവണ അത് 8.39 ലക്ഷമായി കുറയുകയായിരുന്നു. അതുപോലെ തന്നെ പോലീസ് ആകാൻ വേണ്ടിയിട്ട് പുരുഷന്മാരെക്കാൾ ഏറെ സ്ത്രീകൾക്കാണ് താല്പര്യം എന്ന രീതിയിൽ പുരുഷന്മാരുടെ സിവിൽ പോലീസ് ഓഫീസർ 7 ബറ്റാലിയനാണ് അപേക്ഷ ക്ഷണിച്ചത്. 7ലും കൂടി 83,501 അപേക്ഷകരുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ബറ്റാലിയനിലേക്കും അപേക്ഷകർ കുറഞ്ഞു. ഏക ബറ്റാലിയൻ ആയിട്ടും നിയമനം പൊതുവെ കുറവായിട്ടും ഇത്തവണ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് പോലീസിലേക്ക് താല്പര്യമുണ്ടായത്. വനിതാ ബറ്റാലിയൻ വിജ്ഞാപനത്തിന് 1.78 ലക്ഷം അപേക്ഷ ലഭിച്ചു. എങ്കിലും വനിതകളുടെ കഴിഞ്ഞ തവണത്തെ വിജ്ഞാപനത്തെക്കാൾ 28,821 അപേക്ഷകള് കുറവാണ്. പൊതുവെ അപേക്ഷകള് എല്ലാ തസ്തികകളിലേക്കും കുറവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് PSC അതിനുള്ള കാരണം അറിയാതെ വിഷമിക്കുകയാണ് PSC. അപ്പോൾ അതുപോലെ തന്നെ സിവിൽ പോലീസ്, SI, LP, UP അധ്യാപകർ എന്നീ തസ്തികകൾക്കാണ് അപേക്ഷകള് ശകലം കൂടിയത് എന്ന് നമുക്ക് പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചാല് ആംഡ് പോലീസ് തസ്തിക മാറ്റം തുടങ്ങി SIയുടെ മറ്റ് കാറ്റഗറിക്കെല്ലാം തന്നെ അപേക്ഷകൾ കുറയുകയായിരുന്നു. നേരിട്ട് നിയമനം നടത്തുന്ന SIക്ക് കഴിഞ്ഞ വർഷത്തെ വിജ്ഞാപനത്തെക്കാൾ 17,142 അപേക്ഷകരാണ് കൂടിയത്. ഈ വിഭാഗം മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ തസ്തിക മാറ്റത്തിന് 9 അപേക്ഷകർ, കോൺസ്റ്റാബുലറിയിൽ നിന്നും തസ്തിക മാറ്റത്തിന് 574 അപേക്ഷകരുടെയും കുറവ് ഉണ്ടായി. ആംഡ് ബറ്റാലിയൻ നിയമനത്തിന് 2,830 അപേക്ഷകൾ കുറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ കോൺസ്റ്റാബുലറി വിഭാഗത്തിൽ നിന്നും തസ്തിക മാറ്റത്തിന് കുറവുണ്ടായി. 1,412 എണ്ണം SI തസ്തികയിൽ 2 ഘട്ട പരീക്ഷയാണ്. 1 വർഷം കാലാവധിയുള്ള ഈ തസ്തികകളും വാർഷിക വിജ്ഞാപനങ്ങളായാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ LP, UP അധ്യാപക വിജ്ഞാപനങ്ങൾക്കാണ്
കാര്യമായ വർധനവ് ഉണ്ടായിട്ടുള്ളത്. LP-യില് കഴിഞ്ഞ തവണത്തേക്കാള് 18,009 പേരും UP-യില് 49,321 പേരും കൂടുതലായി അപേക്ഷിച്ചു. രണ്ട് വിഭാഗത്തിലും മലപ്പുറം ജില്ലയിലേക്കാണ് അപേക്ഷകരുടെ വർധനവുണ്ടായത്. കേട്ടറ്റ് നിർബന്ധമാക്കിയത് മൂലമാണ് അധ്യാപക തസ്തികകളിൽ അപേക്ഷകൾ കുറഞ്ഞത്. അപ്പോൾ ഇത്തവണത്തെ വർധന കേട്ടറ്റ് വിജയത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ LDCക്കും ലാസ്റ്റ് ഗ്രേഡിനും 7 ലക്ഷത്തോളം അപേക്ഷകർ കുറഞ്ഞു. അതുപോലെ കാരണം എന്താ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാതെ കുഴയുകയാണ് PSC എന്ന തലക്കെട്ടോടു കൂടിയാണ് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായത്. അപ്പോൾ ഓരോ തസ്തികകളിലും എത്രയെത്ര കുറവുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് തൊഴിൽ വാർത്തയിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.